റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരു ദിവസം റിഫായി ഷെയ്ഖ് ഒരിടത്തുനിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ വീട് തുറന്നു കിടക്കുന്നുണ്ട്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തുനിന്ന് പോയി തിരിച്ചു വരുമ്പോൾ വീട് തുറന്നു കിടക്കുന്നുണ്ട്. ആരാണാവോ വീടിന്റെ വാതിൽ തുറന്നേക്കണത്? ഖിലാദത്തുൽ ജവാഹിർ എന്ന കിതാബിൽ കാണാം. അപ്പോൾ ഒരു കള്ളൻ വീട്ടിൽ കയറിയതായി റിഫായി ഷെയ്ഖിന് ബോധ്യമായി. അയാൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ ആ കള്ളൻ ഞെട്ടിപ്പോയി. അപ്പൊ റിഫായി ഷെയ്ഖ് അയാളോട് പറഞ്ഞു, ഇത് പൊടിക്കാത്ത ധാന്യാണ്, പൊടിച്ചത് കുറച്ച് അപ്പുറത്തുണ്ട്, ഇനി പൊടിക്കാൻ വേറെ ചെലവ് എടുക്കണ്ടല്ലോ. അപ്പൊ അയാൾ എന്നെ ഞെട്ടിപ്പോയി, ഇതെന്നെ എന്നോട് ശരിക്ക് പറയാണോ അല്ലോ എന്നുള്ള ആൾക്ക് റിഫായി ഷെയ്ഖ് പറഞ്ഞു, ശരിക്ക് പറയാം. അയാൾക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, നിന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ, ചുമട്ട് തൊഴിലാളിയൊന്നും ഇല്ലല്ലോ, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് റിഫായി ഷെയ്ഖ് പോയി. അയാളുടെ വീടിന്റെ അടുത്തെത്തിയപ്പോൾ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ നമ്മൾ പിരിയാണല്ലോ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടേർന്നു. അപ്പൊ ആ കള്ളൻ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ കള്ളനായ മനുഷ്യൻ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പുറത്തുതരാനോ? നിങ്ങളുടെ വീട്ടിലല്ലേ ഞാൻ അതിക്രമിച്ച് കയറിയതും മോഷ്ടിച്ചതൊക്കെ, എന്നിട്ട് നിങ്ങൾ എന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറിയത്, ഞാനല്ലേ നിങ്ങളോട് മാപ്പപേക്ഷിക്കേണ്ടത്, നിങ്ങളെന്താ ഇങ്ങോട്ട് പറയണത്? അതിന് റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ വിഷമം കൊണ്ടും മറ്റൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ കയറിയിട്ടുണ്ടാവുക, എന്നെ കണ്ട ഉടനെ പേടിച്ച് ഞെട്ടിപ്പോയിട്ടില്ലേ, അത് പൊരുത്തപ്പെടണേ മോനെ, ആഖിറത്തിൽ അത് അള്ളാഹുവിനോട് പറയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കള്ളനായ മനുഷ്യൻ വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കരയാൻ തുടങ്ങി. ഇത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ടല്ലേ ഞാനിത് ചെയ്തത്. ഉടനെ അയാൾ റിഫായി ഷെയ്ഖിനെ തേടി വീണ്ടും വന്നു. ആത്മാർത്ഥമായ തൗബ ചെയ്ത അയാൾ നന്നായി. പിന്നീട് അയാൾ വസാറ സൂഫിയൻ, അയാൾ സൂഫിയായി മാറി. ഔലിയാക്കളായത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം. ജീലാനി തങ്ങൾ കൊള്ളക്കാരെ നന്നാക്കിയത് സത്യം പറഞ്ഞിട്ടുള്ള സ്വഭാവം കൊണ്ടാണ്. മോനെ, നമ്മൾ കൊള്ളക്കാരാന്ന് മോനിക്ക് അറിയില്ലേ? അറിയാം. പിന്നെ എന്തിനാ മോൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വർണം പൊന്ന് ഉണ്ടെന്ന് മോന് ഇങ്ങോട്ട് തുറന്നു പറഞ്ഞത്? അതെൻ്റെ ഉമ്മ പറഞ്ഞനെ, ആരോട് കളവറിയല്ല മോനെ. ആ അര വരിയായിരുന്നു അവര് മുഴുവനും നന്നാവാനും തൗബ ചെയ്യാനും കാരണമായത്. ഈ കള്ളൻ നന്നാവാനുള്ള കാരണം എന്താ? ആഖിറത്തിൽ അത് പറയല്ല മോനെ, എന്നെ കണ്ടപാട് ഞെട്ടിയത് പൊരുത്തപ്പെടണമെന്ന് ആ വാക്കായിരുന്നു. സൂഫിയാക്കടെ സ്വഭാവമാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ അവര് ജീവിതത്തിൽ കൊണ്ടുവന്നു. അതാണ് റിഫായി ഷെയ്ഖ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ മഹത്വം. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഔലിയാക്കൾ എന്ന് കേട്ടാൽ തന്നെ ആദ്യം ഓർമ്മ വരുന്ന കറാമത്ത്, അത്ഭുതം. ഇതല്ലടോ ഒരു മുസ്ലിം ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാവുക. അതാണ് വേണ്ടത്. അതാ വേണ്ടത്. അള്ളാഹുവിനോട് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആള് മാത്രമായ പോരാ. എങ്ങനെയാ നബിയെ അധികാളും സ്വർഗത്തിലെത്തല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താ? തഖ്വല്ലാഹി തആല, മുത്തഖിയാവുക. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? വഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് കൊണ്ട് താല്പര്യം അള്ളാഹിനോട് നല്ല സ്വഭാവം, രണ്ടാമത് പറഞ്ഞുകൊണ്ട് താല്പര്യം ജനങ്ങളോട് നല്ല സ്വഭാവം. വേറൊരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഔസിനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാവോ? അതിനാ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താ? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും തഖ്വ ഉണ്ടാവണം, അല്ലാഹ് ഉണ്ടെന്ന ബോധം വേണം. ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു എന്ത്? വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവം ഉണ്ടാവണം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, പലരും വിചാരിക്കും നല്ലോണം ഇബാദത്ത് ചെയ്ത് അങ്ങോട്ട് സ്വർഗം കിട്ടും. പോരാടോ, പോരാ. നീ ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്, നാട്ടുകാരോട് നല്ല സ്വഭാവമായിരിക്കണം.
അത് വേണം, അത് നമുക്കുണ്ടാവണം. അത് വളരെ പ്രധാനമാണ്. അതാണ് റിഫായി ഷേഖ് നമുക്ക് ജീവിച്ച് കാണിച്ചെന്ന്. റിഫായി ഷേഖിന്റെ അടുത്ത പ്രത്യേകത വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കല് റിഫായി ഷേഖിന് വലിയ ഇഷ്ടം. എല്ലാ ദിവസവും ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്താലേ റിഫായി ഷേഖിന് റാഹത്താവുള്ളൂ. മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും നമ്മൾ കാരണം കൊണ്ട് പരിഹരിക്കപ്പെട്ടാൽ മതി, നമുക്കത് മതി. ഒരാളുടെ വിശപ്പ്, ഒരാളുടെ ദാഹം നമ്മൾ മാറ്റിക്കൊടുത്താൽ അക്കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം കണക്കാക്കും. നമ്മുടെ ഭക്ഷണം കഴിച്ചവർ സ്വർഗത്തിലെങ്കിൽ നമ്മൾ കൂടി സ്വർഗത്തിലെത്തും. നമ്മൾ ഭക്ഷണം കൊടുത്ത ഒരാള് സ്വർഗത്തിന്റെ സൊഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ ചങ്ങായി ചോദിക്കും, എത്ര എന്നെ കൂടി സ്വർഗത്തിലെത്തിക്കോ, എൻ്റെ വീട്ടിൽ നിന്നല്ലേ നീ കുറെ ദിവസം ഭക്ഷണം കഴിച്ചത്. അപ്പൊ അയാൾ ശഫാഅത്ത് സ്വർഗം വാങ്ങിക്കൊടുക്കും. റിഫായി ഷേഖിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണത്, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും. ജീലാനി തങ്ങളും അങ്ങനെ തന്നെ. ജീലാനി തങ്ങൾ റിഫായി ഷേഖിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ജീലാനി തങ്ങളുടെ പ്രത്യേകത അറിയുന്നത്, റമദാനിലെ എല്ലാ ദിവസവും 30 ആക്കി ഇഫ്താറിന്റെ കിറ്റ് കൊടുക്കും. അപ്പൊ 10 ദിവസമാകുമ്പോൾ 300 ആളായി, 30 ദിവസമാകുമ്പോൾ 900 ആളായി. ഈ 900 മനുഷ്യന്മാർക്കും പെരുന്നാളിന്റെ വസ്ത്രവും കൊടുത്തിട്ട് യാത്ര അയക്കും. ഇതാടോ ഇസ്ലാം എന്ന് പറഞ്ഞാല്? ഇതാ ഇസ്ലാം. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വെറും ദിക്റും ചൊല്ലി ഇരിക്കൽ മാത്രമല്ല അവരുടെ പരിപാടി. അവര് സാന്ത്വന പ്രവർത്തകരാണ്, അവര് സംഘടനാ പ്രവർത്തകരാണ്. അവരെ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് അവർ ഉപകാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനിയുള്ള ഓരോന്ന് കാണുമ്പോൾ വായിച്ചാൽ മനസ്സിലാവും. പ്രത്യേകത കേട്ടോളി. എവിടെ രോഗിയുണ്ട് എന്ന് കണ്ടാലും രോഗ സന്ദർശനം നടത്തും മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഉമ്മു അബീദ എന്ന തന്റെ നാട്ടിൽ നിന്ന് പുറത്താണെങ്കിലും അവിടെയും കാണാൻ വേണ്ടി പോകും റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു. ഇത് എവിടുന്നാണ് റിഫായി ഷേഖിന് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് വരാത്ത ആരെങ്കിലും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ മൂപ്പരെന്താ ഇല്ലാത്ത രോഗിയാണോ എങ്കിൽ തങ്ങൾ അന്ന് കാണാൻ വേണ്ടി പോകും. അത് മദീനന്റെ പുറത്താണെങ്കിലും തങ്ങൾ കാണാൻ പോകും. അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ട് വരൂന്നാ പറയുന്നത്, നാട്ടിൽ വന്നാ കണ്ടാ പോരേന്നല്ല. രോഗം കാണാൻ ആ സ്പോട്ടിൽ അവർ പോകും. ഒരു രോഗിയെ നമ്മൾ സന്ദർശിച്ചാൽ അന്ന് വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന റിഫായി ഷേഖിന്റെ ഒരു പ്രത്യേകത. റിഫായി ഷേഖ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു സാന്ത്വന പ്രവർത്തകനാവാൻ എന്തെല്ലാം നമ്മളെ ജീവിതത്തിൽ വേണോ അതൊക്കെ റിഫായി ഷേഖിലുണ്ട്. കരുണയുടെ ജീവിതമാണ് റിഫായി ഷേഖിൻ്റെ. ജനാസന്റെ കൂടെ പോകും. റിഫായി ഷേഖിനെ വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയായി കാണുന്നതാണ് ജനാസന്റെ കൂടെ പോകും. അതിനൊന്നും നമുക്കിപ്പോൾ സമയമില്ല. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ തന്നെ എത്ര മണിക്ക് മയ്യത്ത് എടുക്കോ? കറക്റ്റാണോ? ഇനി ഡിലേ ആവില്ലല്ലോ? എന്താ ചോദ്യം അല്ലേ? ഡിലേ ആവില്ലല്ലോ, 10:30 തന്നെ എടുക്കുമല്ലോ അല്ലേ? ഇവൻ 10:30 വരെ ഉണ്ടാവോ? നിന്റെ ഈ അഹങ്കാരവും കിബറും ഇൻസ്റ്റഗ്രാമൊക്കെ തീരാന് ഒറ്റ വർത്താനം മതി. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഒന്ന് ക്യാൻസർ സെന്ററിലേക്ക് വിട്ടാലോ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് തീർന്നു നമ്മളെ ലൈഫ്. അത്രേ ഉള്ളൂടോ ഈ കിബറൊക്കെ. പിന്നെ നീ കട്ടൗട്ട് കെട്ടാനും ഫ്ലക്സിനൊന്നും പോവില്ല, ആലിമീങ്ങളെ തെറി വിളിക്കാൻ പോവില്ല, ഒന്നിനും നീ നിൽക്കൂല. ക്യാൻസർ ഉണ്ട് എന്നൊന്നും പറയണ്ട, ഒന്ന് ക്യാൻസർ സെന്ററിലേക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. ഇതിനാണോ നമ്മൾ വലിയ അഹങ്കാരമായിട്ട് നടക്കുന്നത്? നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ നജസല്ലേ ഉള്ളത്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വലിയ ദുർഗന്ധമുള്ള ഡെഡ് ബോഡിയുടെ ഉടമകളല്ലേ? ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളിയല്ലേ? പിന്നെ എന്തിനാ ഇപ്പൊ അഹങ്കരിക്കണത്? രക്തം, കഫം, ചലം ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ഉള്ളിലുള്ളൂ. വേറെന്തപ്പോ ഉള്ളത്? മൂത്രം, കാഷ്ടം, നജസ് ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നമ്മൾ അഹങ്കരിക്കണം? നല്ല മനുഷ്യനായി ജീവിച്ചൂടെ? വിദ്വേഷവും വെറുപ്പും, അയാൾ ഇങ്ങോട്ട് വന്നിട്ട് സലാം പറയട്ടെ, എന്തൊരു അഹങ്കാരത്തിന്റെ വർത്താനമൊക്കെ. അയാൾ ഉള്ള സദസ്സിൽ ഞാൻ വന്നിരിക്കൂല,
ആരാടോ നീ എന്ന് പറയുന്നത്? ആരാണ് സംഭവം? നീ ആരാണ് സംഭവം? ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നതല്ലേ നിന്റെ എല്ലാ സന്തോഷങ്ങളും? തീർന്നുമില്ലേ? എത്ര മരണങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത്, എന്നിട്ടൊന്നും നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ. റിഫായ് ഷേഖിനെ ഒന്ന് പഠിക്കൂ, എന്നിട്ടൊരു പച്ചയായ മനുഷ്യനാവൂ. റിഫായ് ഷേഖിന്റെ പ്രത്യേകത വയുജാലിസുൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കൽ റിഫായ് ഷേഖിന് വലിയ ഇഷ്ടം. പണക്കാര് മാത്രം വിളിക്കുന്ന പരിപാടിക്ക് പോവുക, സദ്യക്ക് പോവുക, കല്യാണത്തിന് പോവുക. പാവപ്പെട്ടവർ വിളിക്കുന്ന പരിപാടിക്ക് സദ്യക്ക് പോകാതിരിക്കൽ അത് കിബറിന്റെ അടയാളമാണെന്ന് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല. എന്തിനാ നമുക്ക് കിബർ? അതിന് മാത്രം നമ്മളെ ഇമ്മൽ എന്താ ഉള്ളത്? എന്താണ് നമ്മളെ വയറ്റിന്റെ ഉള്ളിൽ ഉള്ളത്? അതിന് മാത്രം കിബർ അടിക്കാൻ മാത്രം എന്താ ഉള്ളത്? അതൊന്നും നമുക്ക് ഉണ്ടാവരുത്. റിഫായി ഷേഖിനെ വായിക്കുകയാണ്. ആരെ കണ്ടാലും റിഫായി ഷേഖ് അങ്ങോട്ട് സലാം പറയും. സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് സലാം പറയുക എന്നുള്ളത്. സലാം പറയൽ. രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതിരുന്നാൽ മലക്കുകൾ അത്ഭുതപ്പെടുവത്രേ. ഇത്രയും കൂലിയുള്ള നന്മ ഉണ്ടായിട്ടും ഇവരെന്താ മിണ്ടാതെ പോകുന്നത്? ഹലോ, നീ എടല്ലടാ, ആ ഞാനെത്തി, തീർന്നു. അങ്ങനല്ല, സലാം പറയണം. സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും സിമ്പിളായ വഴിയായി മഹാന്മാര് പഠിപ്പിച്ചതാണ് സലാം. സലാം. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ ഇന്ന ഫിൽ ജന്നത്തി ഖുറഫൻ. സ്വർഗത്തിൽ ഒരു കൊട്ടാരം തന്നെ ഉണ്ട്. ആ കൊട്ടാരം ആയിരിക്കാ? സലാം കൂടുതൽ പറയുന്നവർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 10 മുഅ്മിനീങ്ങളോട് സലാം പറയുന്ന സ്വഭാവം. അയാൾ എല്ലാ ദിവസവും 10 ആളോടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സലാം പറയുമെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്ന ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തിബിൽ ഹദ്ദാദ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. ഹദീസുണ്ട്. ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാരെ എഴുതി വെക്കണം. ഈമാനോടെ മരിക്കാനുള്ള ഒരു വഴിയാണ്. അടുത്തത് റിഫായി ഷേഖിന്റെ ഒരു പ്രത്യേകതയാണ് കാഴ്ചയില്ലാത്തവരുടെ, അന്ധന്മാരുടെ കൈ പിടിച്ച് നടന്ന് അവരെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കും റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ അങ്ങനത്തെ ആളൊക്കെ കണ്ടാലേ നമുക്ക് ഭയങ്കര ധൃതിയായിരിക്കും മിക്കപ്പോഴും. ഒന്ന് അവരുടെ കൈ പിടിച്ച് നമ്മൾ നടന്നാൽ, റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവമാണ്, കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ച് എവിടെയാണോ അവരെത്തേണ്ടത് അവിടെ റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു എത്തിക്കും. എന്നിട്ട് അവർക്ക് ആവശ്യങ്ങളൊക്കെ വീട്ടിൽ കൊടുത്തതിന് ശേഷം അവരോട് പറയും, എനിക്ക് ദ്വാരക്കണം എന്ന് പറയും. എന്താണ് അവിടുത്തെ സ്വഭാവം നോക്കി നിങ്ങൾ. 40 അടി 40 സ്റ്റെപ്പ് അന്ധനായ ഒരാളുടെ കൈ പിടിച്ച് നടന്നാൽ അയാളുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റവും പൊറുക്കാൻ അത് കാരണമാവുന്ന. മാത്രമല്ല, ഭാവിയിൽ തെറ്റ് ചെയ്യാത്ത ജീവിതം കിട്ടാനും അത് കാരണമാവും. അങ്ങനത്തെ 16 നന്മകളുണ്ട് ലോകത്ത്. ഇതുവരെ ചെയ്ത തെറ്റും പൊറുക്കും, വരാനിരിക്കുന്ന കാലത്ത് തെറ്റും പൊറുക്കും എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത ജീവിതം കിട്ടും. അങ്ങനത്തെ ഒരു നന്മയാണ് കാഴ്ചയില്ലാത്തവരുടെ കൈ പിടിച്ച് 40 സ്റ്റെപ്പെങ്കിലും നടക്കുക. റിഫായി ഷേഖിൽ നമ്മൾ പഠിക്കേണ്ട. അടുത്തത് പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് പോകും. അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. പാവപ്പെട്ടവരുണ്ടാവല്ലോ, ജോലി ചെയ്യാൻ കഴിയാത്ത, കഷ്ടപ്പാട് അനുഭവിക്കുന്ന പാവങ്ങൾ, അവരുടെ വീട്ടിൽ ഫുഡിന്റെ കിറ്റ് എത്തിച്ചു കൊടുക്കും. ഈ സാന്ത്വനം വളണ്ടിയേഴ്സ് SOSന്റെ പദ്ധതി നടപ്പാക്കുന്നത് വെറുതെ അല്ല. ഔലിയാക്കളുടെ ജീവിതം അങ്ങനെയാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് ചിന്തിക്കുന്ന പുതിയ കാലത്ത് ഈ വായന കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവണം. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, അങ്ങനെയൊന്നും പറ്റൂല. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഇപ്പൊ പുതിയ ചെക്കനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, കല്യാണം വേണ്ടേ? എപ്പോഴാക്കുന്നത്? ആരല്ല വിളിക്കേണ്ടത്? കുറച്ചാളെ വിളിച്ചിട്ട് വേഗം ഇങ്ങനെ കല്യാണം. അങ്ങനെ അവർ പറയുള്ളൂ. കുറച്ചാളെ വിളിച്ചിട്ട് വേഗം കല്യാണം, കുറച്ചാളെ വിളിച്ചിട്ട്. പരമാവധി ഒരുപാട് മനുഷ്യന്മാർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണം.
എത്ര ആള് നമ്മളെ ഭക്ഷണം കഴിച്ചോ അത്രയും കൂലി നമുക്ക് കിട്ടൂലേ? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ പറയുന്നുണ്ട്, താബിഈങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട്, ഒരാൾക്ക് കുറെ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നുപോയി എന്ന് തോന്നിയാൽ, അല്ലാഹ് എൻ്റെ ജീവിതമൊക്കെ കുറെ തെറ്റുകുറ്റങ്ങളാണല്ലോ, ഇന്നലകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളുണ്ടല്ലോ, അയാൾക്ക് നന്നാവാൻ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഒരുപാട് ആൾക്കാർക്ക് വെള്ളം കൊടുത്താൽ മതി, കുടിവെള്ളം കൊടുത്താൽ മതി. എവിടെയെങ്കിലും വാട്ടർ കൂളറോ അല്ലെങ്കിൽ കിണറിൻ്റെ പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഒരുപാട് മനുഷ്യർ നമ്മുടെ കിണറിൽ നിന്ന്, നമ്മുടെ സഹായത്തിൽ നിന്ന് ബോട്ടിൽ വെള്ളമോ മറ്റു വെള്ളമോ കുടിച്ചാൽ അത് മതി നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കാൻ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിക്കുന്നു, പാവങ്ങളുടെ വീട്ടിലേക്ക് വിറക് ശേഖരിച്ചിട്ട് കൊണ്ടു കൊടുക്കും. വിറകിപ്പം ശേഖരിക്കാൻ ആപ്പൊന്നും ഇല്ലല്ലോ, കാട്ടിൽ പോയിട്ട് ഒരു സ്വിച്ച് ആക്കിയിട്ട് വിറക് ഇങ്ങനെ വരുമോ? ഇത് മരത്തിന്റെ വില്ലൊന്നുമല്ലല്ലോ, അല്ല, അതിങ്ങനെ വെട്ടി വെട്ടി കഷ്ണാക്കി തലയിൽ ചുമന്നിട്ട് ഈ റിഫായി ശൈഖ് വലിയായത് നിങ്ങളെന്താ വിചാരിച്ചേ? വേറെന്തോ സംഭവമാണെന്നോ? വിറക് ചുമന്ന് കൊണ്ടുവരും. ഈ പാവ മഹാനൊന്ന് വായിച്ചു നോക്കി, നിങ്ങൾ ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റിഫായി ശൈഖ് തിരുറൗളയിൽ പോയാല് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ? മനുഷ്യന്മാരെ, പച്ച മനുഷ്യനല്ലേ, ജാടയില്ലാത്ത, കിബറില്ലാത്ത റസൂലുള്ള എന്താണോ ജീവിക്കണമെന്ന് പഠിപ്പിച്ചത് അത് ജീവിച്ച് കാണിച്ചെന്ന് മഹാൻ വിറക് ചുമന്ന് വീട്ടിലേക്ക്, പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു രോഗികളുടെ വീട്ടിലേക്ക് എത്തിയിട്ട് വസ്ത്രം അലക്കി കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു പാതിരാക്ക് എണീറ്റുള്ള പരിപാടിയാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിപാടിയാ ഇത്. കണ്ടോ, ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന നമ്മുടെ പ്രമേയം. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അയൽവാസികളോട്. ഒരാളുടെ അയൽവാസി രോഗിയായി, ആ രോഗം മൂർച്ഛിച്ചിട്ട് ആംബുലൻസ് വിളിക്കാൻ പണമില്ലാത്തത്, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം ഒറ്റയാനായി ജീവിക്കരുത് എന്ന് പറയുന്ന മതമാണ്. സോഷ്യലാവണം, നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളണം. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. സുബഹിന് ഉറങ്ങിപ്പോയി തന്റെ മകൻ, ഓനെ ഞാൻ പഠിപ്പിച്ചനല്ലോ, ഓനെന്നെ എണീക്കട്ടെ, അങ്ങനല്ല, വിളിച്ചുണർത്തൽ സുന്നത്താണ്. കണ്ടങ്ങള്, അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ സഹായിക്കണം. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം, രോഗികളുടെ വീട്ടിൽ പോയിട്ട് വസ്ത്രം അലക്കി കൊടുക്കും. റിഫായി ശൈഖിന്റെ ഈ സ്വഭാവം കണ്ടിട്ട് എത്ര ആൾക്കാര് മോമിനീകളായിട്ടുണ്ട്, എത്ര മനുഷ്യന്മാര്. അവര് കുറെ പ്രഭാഷണം നടത്തിയിട്ടല്ല, അവര് ജീവിച്ച് കാണിച്ചു കൊടുത്തു. യതീമക്കൾക്ക് ഉപ്പയെ പോലെ ജീവിച്ചത്രേ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. കൽ അബി ശഫീഖ്, സ്നേഹസമ്പന്നനായ ഉപ്പയായി റിഫായി ശൈഖ്. ആ കുട്ടിക്ക് തന്നെ മനസ്സിലാവില്ല ആ കുട്ടിക്ക് ഉപ്പയില്ല. റിഫായി ശൈഖ് ഉപ്പയെ പോലെ പെരുമാറി. യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുമെന്ന് കിതാബിൽ കാണാം. ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം ഈമാനോടെ മരിക്കാനുള്ള 30 വഴികൾ പറയുന്നുണ്ട്. ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള 30 വഴി, അതിലൊന്നാണ് യതീമക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ. നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എത്ര യതീമക്കളാ പഠിച്ചു വളർന്നത്, നമുക്കതാവോ? മനുഷ്യരെ, നമ്മൾ മനുഷ്യരാവോ? ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം, അതാ നമ്മൾ ഉണ്ടാവേണ്ടത്. അവിടെയാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, അന വഖാഫിലിൽ യതീമി ഫിൽ ജന്നതി ഹാകദാ, ഒരു യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, ഒരു യതീമിനെ സംരക്ഷിക്കുന്ന ആളും റസൂൽ ഇങ്ങനെ അടുത്താണ് സ്വർഗത്തിലെങ്കിൽ, ആയിരക്കണക്കിന് യതീമക്കളെ സംരക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? ആലോചിച്ചു നോക്കൂ. യതീമക്കൾക്ക് ഉപ്പയെ പോലെ ജീവിച്ച ആളാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ
എത്ര പറഞ്ഞാലും ഈ ഒരു ചെറിയ സദസ്സ് കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പറ്റൂല. എന്നാലും ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ പഠിക്കേണ്ട അടുത്തൊരു പാഠം, സംസാരിക്കാൻ ഉദ്ദേശിച്ചാൽ മഹാനവറുകൾ ആലോചിക്കും, ഞാൻ ഇത് സംസാരിച്ചത് കൊണ്ട് ഖൈറുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ മിണ്ടൂല. തിങ്ക് ട്വൈസ് ബിഫോർ സ്പീക്കിംഗ്. രണ്ടു വട്ടം ആലോചിക്കണം, ഞാനിത് പറയണോ, ഗ്രൂപ്പിൽ അത് പോസ്റ്റണോ, വോയിസ് ഇട്ടാൽ അതൊരു വേറെ അർത്ഥത്തിൽ വായിക്കപ്പെടുമോ, ആ വോയിസ് ഷെയർ ചെയ്യപ്പെട്ടാൽ വിവാദത്തിന് കാരണമാവോ, വേണ്ട. വൺസ് ടൈം ആയിട്ട് ഇട്ടാലോ, അപ്പൊ വേറൊരാൾ ഫോൺ എടുത്തിട്ട് അത് ഓണാക്കിയിട്ട് വേറെ ഫോണിന് റെക്കോർഡ് വേണ്ടല്ലേ. വേണ്ട. എല്ലാ സാധ്യതയും കണ്ടിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഖൈറുണ്ടെങ്കിൽ മിണ്ടും, ഇല്ലെങ്കിൽ മിണ്ടൂല. പറഞ്ഞു കഴിഞ്ഞിട്ട് ടെൻഷൻ ആവരുത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ബുദ്ധിമാന്റെ നാവ് ഹൃദയത്തിന്റെ പിന്നിലായിരിക്കും. ആദ്യം ആലോചിക്കും മൂപ്പര്. അടുത്തത്, ഒരൊറ്റ സമയവും കളയാത്ത മഹാനാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ഒരു ഖൈർ ഓരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറയൂ അത്രേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരാൾ എൻഗേജ് ആയാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് തൗഫീക്ക് നഷ്ടപ്പെടും. ഇന്നലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ വെറുതെ കളിച്ചു, വാട്സപ്പിൽ കളിച്ചു, ലാസ്റ്റ് സീൻ ടുഡേ 1:28. നാളെ എന്തെല്ലോ ചെയ്യണമെന്ന് വിചാരിച്ചു, ഇവർക്ക് കഴിയൂല. നമ്മൾ വിചാരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അള്ളാഹു തൗഫീക്ക് തരണ്ടേ? നടക്കൂല. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആയാൽ ആവശ്യമുള്ള കാര്യം ചെയ്യാനുള്ള തൗഫീക്ക് മുടങ്ങിപ്പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അത് വലിയ അപകടം. അദ്ദുന്യാ സാഅ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അദ്ദുന്യാ സാഅ, ദുനിയാവ് എന്ന് പറഞ്ഞ സമയങ്ങളാണ്. ഫജ്അൽഹാ ത്വാഅ, അതിനെ നീ ഇബാദത്താക്കി മാറ്റണം, ഫുൾ ടൈം ഇബാദത്താക്കണം. ആഖിറത്തിൽ പരാജയപ്പെട്ടവർ നരകത്തിലെത്തിയാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കൽ സമയം നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ടായിരിക്കും. സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് പിന്നെ സമയം പോയത് അറിയാറില്ല. പ്രായമുള്ളവർക്ക് സ്മാർട്ട് ഫോണ് മൂത്ത മോന് കൊടുത്തേക്കലോടുകൂടി പണ്ടൊക്കെ ചൊല്ലിയ ദലായിൽ ഖൈറാത്തും വെർദിയൽ ലത്തീഫൊക്കെ പിന്നെ ആപ്പിലും PDF ആയി. പിന്നെ ഇങ്ങനെ 18-കാരിയെ പീഡിപ്പിച്ച് 19-കാരൻ അറസ്റ്റിലായ കഥയാണ് നാളെ ഖബറിലേക്ക് പോകേണ്ട ആളും ഇന്ന് വായിക്കണത്. എന്താ പനോട് കാര്യം? അത് ഭാര്യയായിട്ടൊന്ന് ചൂടായി, നിങ്ങൾക്ക് വേറെ പണിയില്ല, എല്ലാ ദിവസവും വെറും വയറ്റിൽ പീഡനത്തിന്റെ കഥയാണല്ലോ ന്യൂസ് വായിക്കണത്. അപ്പൊ ഇയാളെ കമന്റ്, നിനക്ക് എന്താ പറയുക, നീ വെറും ലോക വിവരം വേണ്ടേ? മനുഷ്യന്മാരുടെ ജീവിത സ്റ്റൈല് പല ഘട്ടങ്ങളിലായിട്ടുണ്ടാവും, പല രീതിയിലും ഉണ്ടാവും. 3 വിഭാഗത്തെ വിശദീകരിക്കാം. ഒന്ന്, ജീവിതത്തിന്റെ തുടക്കകാലത്ത് വളരെ മോശം ജീവിതം, പിന്നീട് ഏതോ ഒരു വഴലോ നല്ല സംഘടനയിലോ ചേർന്നിട്ട് അയാൾ നന്നായി, അയാൾ അങ്ങനെ മരിച്ചു, അയാൾ നല്ല മോനാ, നല്ല മോന. അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാര് ഇവിടുന്ന് വളരെ മോശം സാഹചര്യത്തിലൊക്കെ ജീവിച്ച് സംഘടനാ ബന്ധങ്ങളോ ഹൈറായ കൂട്ടുകാരൊന്നുമില്ല, ഗൾഫിലെത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് RSCയിൽ ചേർന്നു, ICFന്റെ മജ്ലിസിൽ പങ്കെടുത്തു, അങ്ങനെ ഹൈറിന്റെ അഹലുകാരാകുന്ന എത്ര ആയിരങ്ങളുണ്ട് GCCയിൽ. രണ്ടാമത്തെ ഒരു വിഭാഗം, ആദ്യം നല്ല ജീവിതമായിരുന്നു, പിന്നെ എന്തോ ഒരു ത്വരീക്കത്തിൽ പെട്ട് കള്ളത്തൊരീക്കത്തായ ആലിമീങ്ങൾ എതിർക്കുന്നു, സംഘടന വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ ഈ കള്ളത്തൊരീക്കത്തിന്റെ ഒന്നാമത്തെ അടയാളം അതത് കാലത്ത് ആലിമീങ്ങൾ എതിർക്കലായിരിക്കും. കാരണം ആലിമീങ്ങൾ എന്തിനാ എതിർക്കുന്ന വെച്ചാൽ, മൂപ്പര ത്വരീക്കത്തിന് ആദ്യം എതിർക്കൽ ഉസ്താദായിരിക്കുമല്ലോ. അപ്പം പിന്നെ ആദ്യം തന്നെ ഓർ എതിർത്ത് വെച്ചാൽ പിന്നെ കാര്യങ്ങൾ സിമ്പിളായല്ലോ.